ഹലോ ഫ്രണ്ട്സ്, അഷ്ലോക് യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് നമ്മൾ സൂര്യ ടിവിയിൽ കണ്ടു ശീലിച്ച നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട പരമ്പരയായിരുന്നല്ലോ അലാവുദ്ദീൻ. സാഹസികതയും മാന്ത്രികതയും നിറഞ്ഞ അലാവുദ്ദീന്റെ ആ അത്ഭുത ലോകത്തെ ആദ്യ എപ്പിസോഡ് നമുക്ക് ഓർത്തെടുത്താലോ? ബാഗ്ദാദ് നഗരത്തിന്റെ മനോഹാരിത കാണിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. അവിടെയുള്ള ചന്തയിൽ വളരെ തന്ത്രപരമായി സാധനങ്ങൾ മോഷ്ടിക്കുന്ന ഒരു യുവാവിനെ നമുക്ക് കാണാം. അതാണ് നമ്മുടെ നായകൻ അലാവുദ്ദീൻ. പക്ഷെ വെറുമൊരു കള്ളനല്ല അവൻ, മറിച്ച് തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി മാത്രം ചെറിയ കള്ളത്തരങ്ങൾ ചെയ്യുന്ന, എന്നാൽ കയ്യിലുള്ളത് പാവങ്ങൾക്കും കൂടി വീതിച്ചു നൽകുന്ന ഒരു പാവം കള്ളൻ. അലാവുദ്ദീന്റെ ഉമ്മയായ റുഖ്സാറിന് തന്റെ മകൻ ഇങ്ങനെ നടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അലാവുദ്ദീന്റെ വാപ്പ ഒമർ ഒരു വഞ്ചകനായിരുന്നു എന്ന ചീത്തപ്പേര് മാറ്റിയെടുക്കണമെന്നും മകൻ മാന്യമായ ജോലി ചെയ്യണമെന്നുമാണ് ഉമ്മയുടെ ആഗ്രഹം. എന്നാൽ തന്റെ വാപ്പ നിരപരാധിയാണെന്ന് അലാവുദ്ദീൻ ഉറച്ചു വിശ്വസിക്കുന്നു. മറുഭാഗത്ത് സുൽത്താന്റെ മകളായ യാസ്മിൻ രാജകുമാരിയെ നമുക്ക് കാണാം. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ ഒതുങ്ങിക്കഴിയാൻ അവൾക്ക് താല്പര്യമില്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കണ്ടറിയാനും അവരെ സഹായിക്കാനും ആഗ്രഹിക്കുന്ന ധീരയായ ഒരു പെൺകുട്ടിയാണ് യാസ്മിൻ. നഗരത്തിൽ വേഷം മാറിയിറങ്ങുന്ന യാസ്മിനും അലാവുദ്ദീനും തമ്മിലുള്ള രസകരമായ കൂടിക്കാഴ്ചകളിലേക്കാണ് കഥ വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ബാഗ്ദാദിൽ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു വില്ലനുണ്ട്. അത് മന്ത്രിയായ സഫറാണ്. ലോകം മുഴുവൻ കീഴടക്കാൻ ശേഷിയുള്ള ഒരു അത്ഭുത വിളക്ക് സഫർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാന്ത്രിക വിളക്ക് ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തെടുക്കാൻ മിടുക്കനായ ഒരു കള്ളനെ സഫറിന് ആവശ്യമുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ അലാവുദ്ദീൻ തന്നെയായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആദ്യ എപ്പിസോഡ് അവസാനിക്കുന്നത്. അലാവുദ്ദീന്റെ രണ്ടാം എപ്പിസോഡ് ആരംഭിക്കുന്നത് സഫറിന്റെ ക്രൂരമായ നീക്കങ്ങളിലൂടെയാണ്. മാന്ത്രിക വിളക്ക് ഒളിപ്പിച്ചിരിക്കുന്ന അത്ഭുത ഗുഹ കേവ് ഓഫ് വണ്ടേഴ്സ് തുറക്കാൻ തനിക്ക് അസാമാന്യ കഴിവുള്ള ഒരു കള്ളനെ വേണമെന്ന് സഫർ ഉറപ്പിക്കുന്നു. ഇതിനായി നഗരത്തിലെ ഏറ്റവും മിടുക്കരായ കള്ളന്മാരെ അവൻ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും ആർക്കും ഗുഹയ്ക്കുള്ളിൽ കടക്കാൻ സാധിക്കുന്നില്ല. പരാജയപ്പെടുന്നവരെയെല്ലാം സഫർ വകവരുത്തുന്നു. താൻ തിരയുന്ന ആ അപൂർവ രത്നം അലാവുദ്ദീനാണെന്ന് സഫർ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഭാഗമാണിത്. അതേസമയം കൊട്ടാരത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് യാസ്മിൻ രാജകുമാരി ഒരു സാധാരണ പെൺകുട്ടിയുടെ വേഷത്തിൽ ബാഗ്ദാദ് നഗരത്തിലേക്ക് ഇറങ്ങുന്നു. ജനങ്ങളുടെ യഥാർത്ഥ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കുകയാണ് അവളുടെ ലക്ഷ്യം. ചന്തയിൽ വെച്ച് യാസ്മിനും അലാവുദ്ദീനും തമ്മിൽ അവിചാരിതമായി മുഖാമുഖം വരുന്നു. എന്നാൽ അവൾ രാജകുമാരിയാണെന്ന് അലാവുദ്ദീൻ അറിയില്ല. അവരുടെ ഇടയിലുണ്ടാകുന്ന ചെറിയ തർക്കങ്ങളും തമാശ നിറഞ്ഞ സംഭാഷണങ്ങളും കഥയ്ക്ക് പുതിയൊരു രസം പകരുന്നുണ്ട്. അലാവുദ്ദീന്റെ പെരുമാറ്റത്തിലെ നിഷ്കളങ്കത യാസ്മിനെ ആശ്ചര്യപ്പെടുത്തുന്നു. വീട്ടിലെത്തിയാൽ ഉമ്മയുടെ സ്നേഹനിധിയായ മകനാണ് അലാവുദ്ദീൻ. തന്റെ ഭർത്താവിനെ പോലെ മകനും ചീത്തപ്പേര് കേൾപ്പിക്കുമോ എന്ന പേടി ഉമ്മയെ എപ്പോഴും അലട്ടുന്നുണ്ട്. എന്നാൽ തന്റെ അച്ഛൻ ഒരു രാജ്യദ്രോഹിയല്ലെന്ന് അലാവുദ്ദീൻ വിശ്വസിക്കുന്നു. സഫറിന്റെ സൈനികർ നഗരത്തിൽ അലാവുദ്ദീനെ തെരഞ്ഞു നടക്കുന്നുണ്ട്. തന്റെ ലക്ഷ്യം നിറവേറ്റാൻ അലാവുദ്ദീനെ എങ്ങനെയെങ്കിലും കയ്യിലാക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് സഫർ. വിധി അവരെ തമ്മിൽ അടുപ്പിക്കുന്ന ലക്ഷണങ്ങളാണ് എപ്പിസോഡിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. സഫറിന്റെ സൈനികർ നഗരത്തിൽ അലാവുദ്ദീനെ പിടികൂടാൻ വലവിരിക്കുന്ന കാഴ്ചയോടെയാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. എന്നാൽ തന്റെ ബുദ്ധിശക്തിയും വേഗതയും ഉപയോഗിച്ച് അവൻ അവരെയെല്ലാം കബളിപ്പിച്ചു രക്ഷപ്പെടുന്നു. ഈ ഓട്ടത്തിനിടയിൽ അവിചാരിതമായി അവൻ വീണ്ടും യാസ്മിനെ കണ്ടുമുട്ടുകയാണ്. കൊട്ടാരത്തിന് പുറത്തെ ലോകം കാണാൻ വേഷം മാറി വന്ന യാസ്മിൻ അലാവുദ്ദീന്റെ സാഹസികത കണ്ട് അത്ഭുതപ്പെടുന്നു. ഇവർ തമ്മിലുള്ള രസകരമായ തർക്കങ്ങളും ചെറിയ പിണക്കങ്ങളും കഥയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിടുന്നു. താനൊരു രാജകുമാരിയാണെന്ന സത്യം അവൾ അവനിൽ നിന്നും മറച്ചുവെക്കുന്നുണ്ടെങ്കിലും അലാവുദ്ദീന്റെ നിഷ്കളങ്കമായ സ്വഭാവം അവളെ ആകർഷിക്കുന്നുണ്ട്. മറുഭാഗത്ത് സഫർ തന്റെ മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് കാലാച്ചോർ എന്നറിയപ്പെടുന്ന അലാവുദ്ദീനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ഭുത ഗുഹയിലെ മാന്ത്രിക വിളക്ക് പുറത്തെടുക്കാൻ വിധിക്കപ്പെട്ടവൻ അലാവുദ്ദീൻ തന്നെയാണെന്ന് സഫർ ഉറപ്പിക്കുന്നു. അലാവുദ്ദീനെ പ്രലോഭിപ്പിച്ചു തന്റെ കൂടെ നിർത്താൻ സഫർ പുതിയ പദ്ധതികൾ മെനയുന്നു. അവന്റെ ഉമ്മയുടെയും കുടുംബത്തിന്റെയും അവസ്ഥകൾ മുതലെടുത്തുകൊണ്ട് അവനെ സ്വാധീനിക്കാനാണ് സഫർ ശ്രമിക്കുന്നത്. അലാവുദ്ദീന്റെ വീട്ടിൽ തന്റെ വാപ്പയെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ അവൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. ഒമർ ഒരു വഞ്ചകനാണെന്ന നാട്ടുകാരുടെ പരിഹാസം അവനെ വേദനിപ്പിക്കുന്നു. എന്നാൽ തന്റെ വാപ്പയുടെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് അവൻ മനസ്സാ പ്രതിജ്ഞ ചെയ്യുന്നു. എപ്പിസോഡിന്റെ അവസാനം സഫർ നേരിട്ട് അലാവുദ്ദീന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതോടെ കഥ പുതിയൊരു തലത്തിലേക്ക് മാറുകയാണ്. വലിയൊരു പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് സഫർ അലാവുദ്ദീനെ ഒരു രഹസ്യ ദൗത്യത്തിനായി ക്ഷണിക്കുന്നു. സഫർ മുന്നോട്ട് വെച്ച വശ്യമായ വാഗ്ദാനങ്ങളിൽ അലാവുദ്ദീൻ ആകൃഷ്ടനാകുന്നതോടെയാണ് നാലാം എപ്പിസോഡ് ആരംഭിക്കുന്നത്. തന്റെ ഉമ്മയ്ക്ക് നല്ലൊരു ജീവിതം നൽകാനും അച്ഛനുണ്ടാക്കി വെച്ച കടങ്ങൾ വീട്ടാനും ഈ പണം സഹായിക്കുമെന്ന് അലാവുദ്ദീൻ വിശ്വസിക്കുന്നു. എന്നാൽ സഫറിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം മാന്ത്രിക വിളക്ക് കൈക്കലാക്കുക എന്നതാണെന്ന് അലാവുദ്ദീൻ അറിയുന്നില്ല. സഫർ അവനെ ഒരു നിഗൂഢമായ യാത്രയ്ക്കായി തയ്യാറെടുപ്പിക്കുന്നു. അതേസമയം കൊട്ടാരത്തിൽ യാസ്മിൻ രാജകുമാരി തന്റെ പിതാവായ സുൽത്താനോട് ജനങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
എന്നാൽ സഫറിന്റെ സ്വാധീന വലയത്തിലുള്ള സുൽത്താൻ പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ കാണാൻ വിസമ്മതിക്കുന്നു. യാസ്മിൻ വീണ്ടും വേഷം മാറി പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്നു. ഇത്തവണ അവൾ അലാവുദ്ദീനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൻ സഫറിന്റെ കൂടെ ഒരു അപകടകരമായ ദൗത്യത്തിന് പോയ വിവരം അവൾ അറിയുന്നില്ല. അലാവുദ്ദീന്റെ ഉമ്മ റൊക്സാർ തന്റെ മകന്റെ മാറ്റത്തിൽ അസ്വസ്ഥയാണ്. അവൻ എവിടെയാണെന്ന് അറിയാതെ അവർ വേവലാതിപ്പെടുന്നു. അലാവുദ്ദീൻ സഫറിനോടൊപ്പം മണലാരണ്യത്തിലൂടെയുള്ള യാത്ര തുടങ്ങുകയാണ്. യാത്രാമധ്യേ പല പ്രതിബന്ധങ്ങളും അവർ നേരിടുന്നുണ്ടെങ്കിലും അലാവുദ്ദീൻ തന്റെ മെയ്വഴക്കവും ബുദ്ധിയും ഉപയോഗിച്ച് അവയെല്ലാം മറികടക്കുന്നു. ഇത് കാണുന്ന സഫറിന് അലാവുദ്ദീൻ തന്നെയാണ് ആ അത്ഭുത ശിശു എന്ന് പൂർണ്ണ ബോധ്യം വരുന്നു. എപ്പിസോഡിന്റെ അവസാനം അവർ ആ ഭയാനകമായ അത്ഭുത ഗുഹയുടെ കേവ് ഓഫ് വണ്ടേഴ്സ് മുന്നിലെത്തിച്ചേരുന്നു. ഗുഹയുടെ പ്രവേശന കവാടം ഒരു ഭീമാകാരമായ സിംഹത്തിന്റെ രൂപത്തിലാണ്. അലാവുദ്ദീൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്നതോടെ ഉദ്വേഗജനകമായ ഒരു ഘട്ടത്തിൽ എപ്പിസോഡ് അവസാനിക്കുന്നു. 5ാം എപ്പിസോഡ് ആരംഭിക്കുന്നത് ആ ഭീമാകാരമായ അത്ഭുത ഗുഹയുടെ മുന്നിൽ നിന്നുമാണ്. ആ സിംഹരൂപത്തിലുള്ള ഗുഹ സംസാരിക്കുന്നത് കേട്ട് അലാവുദ്ദീൻ ആദ്യമൊന്ന് ഞെട്ടുന്നു. പവിത്രമായ ഹൃദയമുള്ളവന് മാത്രമേ ഇതിനുള്ളിൽ പ്രവേശനമുള്ളൂ എന്ന താക്കീത് ഗുഹ നൽകുന്നുണ്ട്. സഫറിന്റെ നിർബന്ധത്തിന് വഴങ്ങി അലാവുദ്ദീൻ ധൈര്യം സംഭരിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് കാലെടുത്തു വെക്കുന്നു. ഉള്ളിൽ കടന്നാലുടൻ അലാവുദ്ദീന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് അവനെ വരവേൽക്കുന്നത്. സ്വർണവും വൈരക്കല്ലുകളും നിറഞ്ഞ ഒരു വലിയ ശേഖരം തന്നെ അവിടെയുണ്ട്. സഫർ നേരത്തെ തന്നെ അലാവുദ്ദീന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗുഹയ്ക്കുള്ളിലെ ഒരു വസ്തുവിലും തുടരുത്, ആ പഴയ വിളക്ക് മാത്രമേ എടുക്കാവൂ എന്ന്. എന്നാൽ വഴിയിലുടനീളം പ്രലോഭനങ്ങളുമായി അമൂല്യമായ നിധികൾ അവനെ തടയുന്നുണ്ട്. തന്റെ ലക്ഷ്യം ആ വിളക്ക് മാത്രമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അലാവുദ്ദീൻ മുന്നോട്ട് നീങ്ങുന്നു. ഇതേസമയം കൊട്ടാരത്തിൽ യാസ്മിൻ രാജകുമാരിക്ക് അലാവുദ്ദീനെ കുറിച്ച് ചെറിയൊരു ആശങ്ക തോന്നുന്നുണ്ട്. അവനെ കാണാത്തതിൽ അവൾക്ക് എന്തോ ഒരു കുറവ് അനുഭവപ്പെടുന്നു. ഗുഹയ്ക്കുള്ളിലെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. പലതരത്തിലുള്ള കെണികളെയും മാന്ത്രിക വിദ്യകളെയും അലാവുദ്ദീന് നേരിടേണ്ടി വരുന്നു. ഒടുവിൽ അവൻ ആ അത്ഭുത വിളക്കിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. അത് കയ്യിലെടുക്കുമ്പോൾ ഗുഹയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. വിളക്കുമായി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്ന അലാവുദ്ദീനെ തടഞ്ഞുകൊണ്ട് ഗുഹയുടെ വാതിൽ അടയാൻ തുടങ്ങുകയാണ്. സഫർ പുറത്തുനിന്ന് അക്ഷമനായി കാത്തുനിൽക്കുന്നുണ്ടെങ്കിലും അലാവുദ്ദീൻ ആ വിളക്കുമായി പുറത്തെത്തുമോ അതോ ഉള്ളിൽ കുടുങ്ങിപ്പോകുമോ എന്ന ഉദ്വേഗത്തിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, അലാവുദ്ദീന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സഫറിന്റെ കെണിയിൽ നിന്നും നമ്മുടെ അലാവുദ്ദീൻ ആ മാന്ത്രിക വിളക്കുമായി രക്ഷപ്പെടുമോ അതോ പുതിയ വല്ല അപകടത്തിലും ചെന്നുപെടുമോ? അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ സീരിയൽ എക്സ്പ്ലനേഷനുകൾക്കായി നമ്മുടെ ഈ ചാനൽ അഷ്ലോക് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.